51 ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള തന്റെ ഇമെയിൽ ID-യുടെ പാസ്വേഡ് ഒക്കെ തന്നെ ഹിരൺ നന്ദാനിയുടെ ഓഫീസിൽ കൈമാറുകയായിരുന്നു. അങ്ങനെ മഹുവ മൈത്രയുടെ പേരിൽ ഹിരൺ നന്ദാനിയുടെ ഓഫീസിൽ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഈ ചോദ്യം ചോദിച്ചതിനോ പണം വാങ്ങിയതോ ഇതുവരെ അവരെ നിഷേധിച്ചിട്ടില്ല. കാരണം ഇതിനൊക്കെ രേഖകൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളായിട്ടായിട്ടും ക്യാഷ് ആയിട്ടും ടിക്കറ്റുകളായിട്ടൊക്കെയാണ് മഹുവ മൈത്രയ്ക്ക് ഇത് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഇതിനെതിരായിട്ട് BJP MP നിഷികാന്ത് ദുബെയാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. അങ്ങനെ കഴിഞ്ഞ പാർലമെന്റിന്റെ അച്ചടക്ക സമിതിക്ക് ഇത് വരികയും ആ അച്ചടക്ക സമിതി ആ എത്തിക്സ് കമ്മിറ്റി മഹുവ മൈത്ര കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും അവരുടെ അംഗത്വം റദ്ദാക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോ വീണ്ടും ഈ വിഷയം വന്നിരിക്കുകയാണ്. ഇത് ലോക്പാലിന്റെ പരിഗണനയാണുള്ളത്. ലോക്പാലിന്റെ പരിഗണനയുള്ള വിഷയം CBI ആണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അനുവാദം, മഹുവ മൈത്രയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അനുവാദം CBIക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി CBI ഏതാണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ മഹുവ മൈത്രയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കും.